എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ മുമ്പിൽ ഒരു കപ്പിൾസിനെ എനിക്ക് ഇട്ടിട്ടുണ്ട്, എൻ്റെ അണ്ണനും എൻ്റെ ചേച്ചിയും. അപ്പോൾ ഇവരുടെ മാച്ചിങ് എത്രയുണ്ടെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ പുതിയ ചലഞ്ച്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം പാർച്ചിച്ചിയുടെ ഇഷ്ടപ്പെട്ട പാർച്ചിച്ചിയുടെ കാര്യം അണ്ണ എഴുതണം, അണ്ണൻ്റെ കാര്യം പാർച്ചിച്ച് എഴുതണം. ഓക്കെ, ഇതാണ് ചലഞ്ച്. ഓക്കെ ആണോ? ഓക്കെ. ഫേവറേറ്റ് നടൻ, പാർച്ചിച്ചിയുടെ ഫേവറേറ്റ് നടൻ മനോണ്ണൻ എഴുതണം, മനോണ്ണൻ്റെ ഫേവറേറ്റ് നടൻ പാർച്ചിച്ച് എഴുതണം. എഴുതിയോ? എന്താ പാർച്ചിച്ചി മനോണ്ണന്റെ? ആണോ? എന്താ പാർച്ചിച്ചത്? അപ്പൊ അതിൽ ഇവർ മാച്ചിങ് ആണ് നമ്മൾ തെളിയിച്ചിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെഡിങ് ആനിവേഴ്സറിയുടെ ഡേറ്റ് ഫുള്ള് എഴുതണേ. ഫുള്ള് എഴുതണം. മറ്റേ ഇത് കാണിക്കണേ സൈഡിൽ, എന്തൊക്കെയോ എഴുതി നീട്ടുന്നുണ്ട്. ആദ്യം നമുക്ക് മനോനോട് വയ്യ, കാരണം പെമ്പിളാർക്കാരിക്കും ഇത് കൂടുതൽ അറിയാം, നമ്മളൊക്കെ കുറച്ച് അറിയത്തില്ല എന്നാണ് പൊതുവെ വെപ്പ്. അത് മനോനെ തെറ്റിക്കുമല്ലോ നോക്കാം. മനോണ്ണ 2013 ജൂലൈ 23. അതെ ജി. പക്ഷെ പാർവതി എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രത്യേകിച്ച് ഇതൊന്നും ചോദിക്കണം എന്നാ അറിയത്തില്ലായിരിക്കും, പക്ഷെ എന്നറിയാം. അടുത്ത രണ്ടാമത്തെ ഇഷ്ടപ്പെട്ട കളർ, പാർജിത്തിന് ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് മനോണ്ണനും, മനോന്റെ ഇഷ്ടപ്പെട്ട കളർ പാർജിച്ചു. ഏതാ പാർജിച്ചി മനോനെ ഇഷ്ടപ്പെട്ടത്? എഴുതിയില്ല. പാർജിച്ചിയുടെ ഏതാ മനോനെ ഇഷ്ടപ്പെട്ടത്? ഇപ്പൊ അവന് മനസ്സിലായില്ലല്ലോ. 13 അല്ല. ഓക്കെ ഫൈൻ. അടുത്തത് രണ്ടുപേരുടെ ഡേറ്റ് ഓഫ് ബർത്ത്. പാർജിച്ചിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് മനോണ എഴുതണം, മനോണ്ണന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പാർജിച്ച് എഴുതണം. നമുക്ക് എന്താകുമെന്ന് ഇനി വീട്ടിൽ പോയിട്ട് എന്ത് സംഭവിക്കുന്നൊന്നും അറിയത്തില്ല. ഞാനൊന്നും കണ്ടിട്ടില്ല. മനോണ പറ. 27/5/95. അതെ ജി. അപ്പൊ തിരിച്ച് 27/5. ആ രണ്ടുപേരുടെ സെയിം ആണ് കേട്ടോ ഗൈസ്, രണ്ടുപേരുടെ സെയിം ആണ്. അല്ല, വർഷം വ്യത്യാസമുണ്ട്. വർഷം പറഞ്ഞില്ല. ഇനി രണ്ടുപേരുടെ അംബീഷൻ എന്താവണം എന്നായിരുന്നു രണ്ടുപേരുടെ ആഗ്രഹം? എന്താകണം എന്നായിരുന്നു ആഗ്രഹം, അംബീഷൻ. എനിക്ക് ഇന്ന ആളാകണം, അല്ലെ എനിക്ക് ഇന്നത് വേണം എന്നൊരു അംബീഷൻ ഉണ്ടല്ലോ. ആ ശരിയുള്ളതൊക്കെ ടിക്കറ്റോ നിങ്ങള് അവസാനം കല്ലിട്ട് ചെയ്യണമെന്ന് നോക്കട്ടെ. ആരാണ് എന്തായി പോണ്ട? കളത്ത് കാണിക്കാൻ പാടില്ല, എനിക്കിത് കാണാൻ പറ്റേ. മനോന്റെ അംബീഷൻ എന്താ ചെയ്തിയോ? പോലീസ്. ആരുതാണ്? അടുത്ത ആണോ? അവിടെ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ വെട്ടിടുന്നതായിരിക്കും നല്ലത്. വെട്ടി പാർച്ചിച്ചിന് കറക്റ്റ് ആയിരുന്നേ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. വീട്ടിൽ പോയിട്ട് നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കുക്കുവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. കുക്കു എന്ന് പറയുന്നത് ഇവരുടെ ഇളയ മോളാണ് കേട്ടോ. അന്നവരോട് പറഞ്ഞു. ഒക്ടോബർ 2017 25. ഇതൊക്കെ തെറ്റിക്കുമെന്നാണ് പാർജിച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് മനോണ്ണൻ. ഓക്കെ, സോ ഗൈസ് വളരെ ഗുഡ് ജോബ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ആദിയുടെ അംബീഷൻ എന്താണ്?
കുറച്ച് മുമ്പ് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഓർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും കേട്ടോ ഗൈസ്. അല്ല വാർഷിക്ക് അറിയി മരണം പറഞ്ഞു. അവന് മിലിറ്ററി ആണെന്ന് ആഗ്രഹം. ആണല്ലേ, ഗുഡ് പാരന്റിങ്. ഓക്കെ, ഇനി അടുത്ത മെയിൻ ക്വസ്റ്റ്യൻ. ആദ്യമായിട്ട് നിങ്ങൾ കണ്ടത് എവിടെ വെച്ച? ഇവിടെ ലവ് മാരേജ് ആയിരുന്നു ഗൈസ്. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടത്, മീറ്റ് ചെയ്തത്? എനിക്ക് ആൻസർ ഓൾറെഡി ചേച്ചി പറഞ്ഞു തന്നായിരുന്നു. എവിടെ എണ്ണ? ഗൈസ് നല്ല ഓർമ്മയാണ് ഗൈസ്. ശരി, മെയിൻ ആയിട്ടൊരു ക്വസ്റ്റ്യൻ. ബാങ്കിൽ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ചിലപ്പോൾ ഇത് കണക്കൂട്ടി കിട്ടുമായിരിക്കും. എങ്കിലും ഞാൻ ചോദിക്കുന്നു, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര വർഷമായി? അത് എൻ്റെ പൊട്ട ചോദ്യമായിരുന്നു, കാരണം നേരത്തെ ഞാൻ ആനിവേഴ്സറി ഡേറ്റ് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചോദിച്ചാലും കുഴപ്പമില്ല. അടുത്തത്, പാറം ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ്, മനുണ്ണൻ്റെ ഫേവറേറ്റ് ഫുഡ് എഴുതിയോ? എത്ര ഏതാ? മനുണ്ണന്റെ ഫേവറേറ്റ് പൊറോട്ടയാന്ന് പറഞ്ഞാണോ? അപ്പൊ പാർജിച്ചിട്ട് എന്താ? അല്ല ഗൈ, പൊറോട്ടയായിരുന്നു. അതെന്തോട്ടായിരുന്നു? അത് റീസെന്റ് തുടങ്ങിയതായിരിക്കാം. അങ്ങനെ പറഞ്ഞായിരിക്കും. എന്നാലും ആ മാറിയില്ല, വെട്ടി. ഇപ്പൊ എന്താ വേണം? അത് നിങ്ങൾക്ക് ഫുഡാണോ? അല്ലല്ലോ, അപ്പൊ അത് വെട്ടിയത് സീസൺ ഫുഡാണ്. ഇനി രണ്ടുപേരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്, മൊത്തത്തിലൊരു ബെസ്റ്റ് ഫ്രണ്ട്. പാർജിച്ചിട്ട് മനുണ്ണം, മനുണ്ണെന്ന് പറഞ്ഞു. മരണം പറ. ആണോ ജി? ദൈവം, ഇത് മാള ചേച്ചി കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. മൊത്തത്തില് ഇനി എക്സ്പ്ലെയിൻ അല്ലേ? മാള ചേച്ചി കോപിക്കും. എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ആ അല്ലല്ല, അതെന്ത് മരണം പറഞ്ഞപ്പോ തെറ്റിയില്ലേ? മാള ചേച്ചി അല്ലല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. ആ, ഇനി മനുണ്ണന്റെ അവന് കിട്ടുന്നു. അതും ഇപ്പം തെറ്റു ആണോ? ഏതാ എഴുതിയേ? സാരില്ല, പറഞ്ഞു. അല്ല, ശരിയാണോ ചോദിച്ചതാ? ശാമനാണോ? Oh my goodness. Okay, അടുത്തത്. ഇനി എത്ര ദിവസം നിങ്ങൾ വഴക്കിട്ട എത്ര ദിവസം പിണങ്ങിയിരിക്കും? എന്ത് ഫാസ്റ്റായിട്ട് എഴുതുന്ന ഗൈസ്, പെട്ടെന്ന് എഴുതി കഴിഞ്ഞോ? എത്ര ദിവസം പിണങ്ങിയിരിക്കും ചേച്ചി? 10 മിനിറ്റേ ഉള്ളൂ. ഗുഡ് ജോബ്. അടുത്തത്, ശരി, അടുത്ത ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരാദ്യം സോൾവ് ചെയ്യും പിണങ്ങി കഴിഞ്ഞത്? എന്റെ കാര്യത്തിലൊക്കെ തന്നെ. ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു ഗൈസ്. രണ്ടുപേരും ഒരുമിച്ച് പ്ലാൻ ചെയ്ത ഒരാഗ്രഹം. രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത ഒരാഗ്രഹം. എനിക്ക് നമുക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്ന് നമുക്ക് ഇത് ചെയ്യണം എന്ന് തോന്നിയ ഒരാഗ്രഹം. അതൊന്നില്ലേ? രണ്ടുപേരോട് ഒരുമിച്ച് നമുക്ക് ഇന്നത് ചെയ്യണം, വീട് വാങ്ങിക്കണം, നമുക്ക് ഇന്നത് പോകണം, അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് വരില്ലേ? അങ്ങനെ രണ്ടുപേരും പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞു. തെറ്റിപ്പോയി. ഞാൻ രണ്ടുപേരുടെ കാര്യം ചോദിച്ചു, അപ്പൊ രണ്ടുപേരും വെട്ടിക്കോ? രണ്ടുപേർക്ക് ആ മാർഗില്ല. ഇനി ചെന്നിട്ട് പറയണേ. ഇത് തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബൈക്ക് റൈഡ് ആണോ കാർ റൈഡ് ആണോ
നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം? ഞാൻ അവിടെ ഇടുന്നതാണല്ലോ. ഏത്? പാരചേച്ചിക്ക് എന്താ ഇഷ്ടം? മരണം പറഞ്ഞു. മനുവിന് first പറയാം. എന്നാ പാരചേച്ചി കാർ റൈഡാണോ മരണന് ഇഷ്ടം? ആണോ? അപ്പൊ പാരചേച്ചിക്ക് എന്താ ഇഷ്ടം? ബൈക്ക്. ഓക്കെ ഗായ്സ്, അങ്ങനെ വിജയകരമായി നമ്മൾ അത്രയും ചാലഞ്ച് പോയിട്ട് ഇതെല്ലാം കറക്റ്റ് ആണല്ലോ. അല്ല, നിങ്ങൾ ഒരെണ്ണം തെറ്റാ. വീട് അല്ല, ഒരെണ്ണം ഞാൻ പറഞ്ഞില്ല. അല്ലല്ല, ഒരെണ്ണം തെറ്റാ. ഫേവറേറ്റ് കളർ ഏതാണ്? ഫേവറേറ്റ് കളർ റെഡ്. അതും അത് തെറ്റാ. ഞാൻ പറഞ്ഞില്ല. അതെന്തേ? അത് പറഞ്ഞില്ല. അത് അപ്പം 15ൽ 13 മാർക്ക് പാർച്ചേസിക്കണം. വിജയ് ശരിയാണ്. അത് 3, 4, 7, 8, 9, 10. അങ്ങനെ വഴിയില്ല, ഞാൻ നല്ല ശരി പറഞ്ഞു. 11. അങ്ങനെ നമ്മൾ വിജയകരമായി ഈ ഒരു സെക്ഷൻ പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പം ഏറ്റവും കൂടുതൽ പക്ഷെ നമുക്ക് പാർച്ചേസിക്കാണ് മറികടക്കുന്നത്. ഓക്കെ, ചെറിയൊരു അപ്പോൾ വളരെ വിജയകരമായി പോകുന്ന ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു കൈയ്യടി. അപ്പം ഇതോടുകൂടി ഇന്നത്തെ എൻ്റെ ഈ ഒരു ചലഞ്ച് ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. അപ്പം അടുത്ത ചലഞ്ചായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമുക്ക് ബൈ ടാറ്റാ.